ഹായ് ട്രേഡേഴ്സ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലൊന്നായ 5 പൈസയെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ ആണ് ഇന്ന്. ട്രേഡിങ്ങിലേക്ക് പുതിയതായിട്ട് വരുന്ന സുഹൃത്തുക്കൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഏത് ബ്രോക്കറിൻ്റെ അണ്ടറിലാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. അതിനൊരു ഉത്തരമായിട്ടാണ് ഒരു വീഡിയോ. കൂടാതെ തന്നെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അറിയാത്ത സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുത്താം. പുതിയതായിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രേഡേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 5 പൈസയാണ്. കാരണം ഇവരുടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്ന മാസം മാത്രം മെയിൻ്റനൻസ് ചാർജ് കൊടുത്താൽ മതിയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും വളരെയധികം ഉപയോഗപ്രദമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് 5 പൈസയിൽ 15 ലക്ഷം കസ്റ്റമേഴ്സാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ 7 മില്യണിൽ കൂടുതൽ ആപ്ലിക്കേഷൻ യൂസേഴ്സ് ഉണ്ട്. ഇത്ര ചെറിയ കാലം കൊണ്ട് ഇത്ര വലിയ കസ്റ്റമേഴ്സ് ബേസ് ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ കാരണം ഇവരുടെ ഓഫർ, ഇവരുടെ സർവീസ് തന്നെയാണ്. ഇതെല്ലാം വിശദമായി തന്നെ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമതായിട്ട് 5 പൈസയുടെ പ്രൊഡക്റ്റ് ആൻഡ് ഫെസിലിറ്റി, രണ്ടാമതായിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജ്, മൂന്നാമതായിട്ട് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് 5 പൈസയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്, നാലാമതായിട്ട് 5 പൈസയുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ, അഞ്ചാമതായി ഓവറോൾ ചാർജസ്, ആറാമതായി എങ്ങനെയാണ് ഒരു 5 പൈസ ആപ്പിലൂടെ നമുക്ക് ബൈ ആൻഡ് സെൽ നടത്താൻ സാധിക്കുക. 5 പൈസ ആപ്പിലൂടെ നമുക്ക് ഇക്വിറ്റി ട്രേഡിംഗ്, കറൻസി, FNO, ഗോൾഡ്, കമ്മോഡിറ്റി, ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. 5 പൈസയുടെ 4.2.1 വെർഷനിലെ ഈ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റ് ആവുന്നതിന് ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് 5 പൈസ സ്കൂൾ എന്ന പേരിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി 5 പൈസയുടെ പ്രധാനപ്പെട്ട ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് പരിചയപ്പെടാം. മൊബൈൽ വേർഷൻ 5 പൈസ മൊബൈൽ ആപ്പ് അവൈലബിൾ ആണ്. ബ്രൗസറിന് വേണ്ടിയിട്ട് trade.5paisa.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. PCക്കും ലാപ്ടോപ്പിനും വേണ്ടിയിട്ട് ട്രേഡ് സ്റ്റേഷൻ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് 5 പൈസയുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട്. 300 മുതൽ 1000 രൂപ വരെയാണ് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജായിട്ട് ഈടാക്കുന്നത്. 5 പൈസയുടെ ഭാഗത്തു നിന്ന് അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ബിഗിനേഴ്സിന് 5 പൈസയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള മറ്റൊരു കാരണം. ഇനി നമുക്ക് എങ്ങനെയാണ് 5 പൈസയിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ്, ഇൻകം പ്രൂഫ് എല്ലാം തന്നെ നമ്മളെ കയ്യിൽ കരുതുക. അതിനുശേഷം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ 5 പൈസയുടെ മൊബൈൽ ആപ്പോ ഓപ്പൺ ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, ഏത് നമ്പറിലാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ആ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓഫർ 250 എന്നുള്ള പ്രൊമോ കോഡ് കൊടുക്കാൻ മറക്കരുത്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 250 രൂപ ഫ്രീ ആയിട്ട് കിട്ടും. ഈ 250 രൂപ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡിങ് പുതിയ ആളുകൾക്ക് എങ്ങനെയാണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള വലിയൊരു അവസരമുണ്ട്. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID കൊടുത്ത് അതിൽ വരുന്ന OTP എൻ്റർ ചെയ്യുക. അതിനുശേഷം പാൻ കാർഡ് ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കുക. പിന്നീട് നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് ഇതിൽ. ജെൻഡർ, മാരിറ്റൽ സ്റ്റാറ്റസ്, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഓക്യുപ്പേഷൻ, ഇൻകം സോഴ്സസ്, അഡ്രസ്സ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അടുത്തതായിട്ട് നമ്മളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ, ഒരു സിഗ്നേച്ചർ, ആധാർ കാർഡിൻ്റെ 2 സൈഡും, കൂടാതെ തന്നെ നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുക. നമ്മൾ FNO ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം സൈൻ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ NSDLൻ്റെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ നമ്മൾ ആധാർ OTP കൊടുത്ത് നമുക്ക് സൈൻ ചെയ്യാൻ സാധിക്കും. ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ട് ആക്ടിവേഷൻ ആയി കിട്ടും. ഇനി 5 പൈസയുടെ ബ്രോക്കറേജ് ചാർജസ് നമുക്ക് പരിശോധിക്കാം. സ്റ്റോക്കിനും കമ്മോഡിറ്റിക്കും കറൻസിക്കും എത്ര വാല്യൂവിൽ ചെയ്താലും ഒരു ഓർഡറിന് 20 രൂപ മാത്രമാണ് അവരുടെ ബ്രോക്കറേജ് ചാർജസ് ഉള്ളൂ. ഇനി മ്യൂച്വൽ ഫണ്ടിന് കമ്മീഷൻ അവർ ചാർജ് ചെയ്യുന്നില്ല. ഫ്രീ പ്ലാൻ കൂടാതെ തന്നെ 5 പൈസക്ക് പവർ ഇൻവെസ്റ്റർ പാക്ക്, അൾട്രാ ട്രേഡർ പാക്ക് തുടങ്ങിയ 2 പാക്കുകളുണ്ട്. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഫ്രീ പ്ലാൻ തന്നെ ഇപ്പോൾ ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി 5 പൈസയിൽ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റോക്ക് ബൈ ചെയ്യണേയും സെല്ല് ചെയ്യണേയും ഇൻട്രാഡ് ചെയ്യണേയും എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. വളരെ ഈസി ആയിട്ട് ഏത് ബിഗിനേഴ്സിനും മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് ഇവർക്കുള്ളത്. നമ്മൾ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്യുക, ആവശ്യമുള്ള സ്റ്റോക്ക് സെർച്ച് ചെയ്യുക, അതിനുശേഷം അത് ആഡ് ചെയ്യുക, ബൈയോ സെല്ലോ എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്വാണ്ടിറ്റി ടൈപ്പ് ചെയ്യുക. ഒരു ടാപ്പിനുള്ളിൽ ബൈ ആണെങ്കിലും സെല്ലാണെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് നടക്കും. വളരെ ഈസിയാണ് ഇത് ഉപയോഗിക്കാനായിട്ട്.
5 പൈസ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, പ്രൊമോ കോഡ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ 5 പൈസ ഒരു ബിഗിനർ ആണെങ്കിൽ തീർച്ചയായിട്ടും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 പൈസ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും ഫസ്റ്റ് കമൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള 5 പൈസയിലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാ ആളുകൾക്കും താങ്ക് യു.